പൊതുതെരഞ്ഞെടുപ്പ് ചൂടുപിടിക്കുമ്പോൾ എല്ലാ പാർട്ടികളും ഒരുക്കത്തിൽ തന്നെയാണ്. പ്രധാനമായും ബി.ജെ.പിയും കോൺഗ്രസും ഒരു അംഗത്തിന് തന്നെ തയ്യാറെടുക്കുകയാണ്. ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം ആദ്യമേ തന്നെ ഈ കളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞെന്ന് വേണം പറയാൻ. വലിയ തരത്തിലുള്ള പ്രചാരണങ്ങളും പ്രചരണ തന്ത്രങ്ങളെല്ലാം തന്നെ ബി.ജെ.പി ആദ്യമേ മെനഞ്ഞു കഴിഞ്ഞു. പക്ഷേ അതിനെ വെച്ച് നോക്കുമ്പോൾ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും അത്തരത്തിലുള്ള നീക്കങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്നുള്ള വലിയ വിമർശനങ്ങൾക്കെല്ലാം തന്നെ കോൺഗ്രസ് പാത്രമായിട്ടുണ്ടായിരുന്നു. വലിയ വിമർശനങ്ങളെല്ലാം തന്നെ കോൺഗ്രസ് കേട്ടിരുന്ന ഒരു സാഹചര്യമെല്ലാം ഉണ്ടായിരുന്നു. ഇപ്പോഴിതാ കോൺഗ്രസ് മണ്ഡലം കോർഡിനേറ്റർമാരുടെ അടുത്ത് നിന്ന് ഒരു രഹസ്യ റിപ്പോർട്ട് തേടിയിരിക്കുകയാണ്. അതായത് വിജയ സാധ്യത ഉള്ള സ്ഥാനാർത്ഥികളുടെ പേര് വിവരങ്ങളാണ് കോൺഗ്രസ് നേതൃത്വം ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതായത് കോൺഗ്രസ് വ്യക്തമായി കളത്തിലിറങ്ങിക്കഴിഞ്ഞു. കോൺഗ്രസ് വിജയ സാധ്യതയുള്ള സ്ഥാനാർത്ഥികളെ അന്വേഷിച്ചു തുടങ്ങി. സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാക്കുന്നതിലേക്ക് വരെ കോൺഗ്രസ് നീങ്ങുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിലേക്ക് പുതിയ മുഖങ്ങളൊന്നുമല്ല. എല്ലാ സ്ഥാനാർത്ഥികളുടെയും ഒരു സ്വഭാവ സർട്ടിഫിക്കറ്റ്, എങ്ങനെയാണ് അവരുടെ മണ്ഡലത്തിലെ പെരുമാറ്റം, എന്താണ് അവർക്ക് ജനങ്ങൾക്കിടയിലുള്ള ഒരു സ്വാധീനം, എന്താണ് അവരുടെ എങ്ങനെയാണ് അവരുടെ പെരുമാറ്റ ചട്ടങ്ങളെല്ലാം തുടങ്ങി എങ്ങനെയാണ് അവരുടെ വിജയ സാധ്യത, ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും പഠിച്ചുകൊണ്ട് കോർഡിനേറ്റർമാർ നേതൃത്വങ്ങളെ അറിയിക്കാൻ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു റിപ്പോർട്ട് നൽകാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ നേതൃത്വം, അതായത് കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഇതെല്ലാം തന്നെ കാണിക്കുന്നത് കോൺഗ്രസ് ഇപ്പോൾ കളത്തിലിറങ്ങിക്കഴിഞ്ഞു. എന്ത് തന്നെയാണെങ്കിലും പുതിയ മുഖങ്ങളെ വെച്ചുകൊണ്ടുള്ള ഒരു പരീക്ഷണത്തിന് കോൺഗ്രസ് ഇതിൽ തയ്യാറാകുന്നില്ല എന്ന ഈ ഒരു തീരുമാനത്തിൽ നിന്നും വ്യക്തമാണ്. എന്താണെങ്കിലും പയറ്റി തെളിഞ്ഞ നല്ല കഴിവ് തെളിയിച്ച ആൾക്കാരെ മുൻനിർത്തിക്കൊണ്ട് തന്നെയായിരിക്കും കോൺഗ്രസ് ഈ ഒരു അംഗത്തിന് ഇറങ്ങുക എന്ന് വേണം ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഓരോ സംസ്ഥാനത്തും പാർട്ടി മത്സരിക്കുന്ന സീറ്റുകളിലേക്ക് ജയസാധ്യത ഉള്ളവരുടെ പേരുകൾ സംബന്ധിച്ച് രഹസ്യ റിപ്പോർട്ട് നൽകാൻ പാർലമെന്റ് മണ്ഡലം കോർഡിനേറ്റർമാരോട് കോൺഗ്രസ് ഹൈക്കമാൻഡാണ് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത്. സിറ്റിംഗ് എംപിമാരുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് മണ്ഡലത്തിലുള്ള പൊതുവികാരം സംബന്ധിച്ച റിപ്പോർട്ടും നൽകേണ്ടതുണ്ട്. താഴെത്തട്ട് മുതൽ വോട്ടർമാരുടെ വികാരം അറിഞ്ഞുകൊണ്ടുള്ള സൂക്ഷ്മതല റിപ്പോർട്ട് വേണം സമർപ്പിക്കാനെന്ന് വ്യാഴാഴ്ച AICC ആസ്ഥാനത്ത് വിളിച്ച മണ്ഡലം കോർഡിനേറ്റർമാരുടെ യോഗത്തിലാണ് ഹൈക്കമാൻഡ് നിർദ്ദേശിച്ചത്. തെരഞ്ഞെടുപ്പ് തയ്യാറെടുപ്പിന്റെ ഭാഗമായി 543 ലോക്സഭാ മണ്ഡലങ്ങളിലേക്കും മണ്ഡലം കോർഡിനേറ്റർമാരെ ഹൈക്കമാൻഡ് നിയോഗിച്ചിട്ടുണ്ടായിരുന്നു. സംസ്ഥാനങ്ങളെ ക്ലസ്റ്ററുകളായി തിരിച്ചാണ് പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് ക്രമീകരണം. കേരളം, തമിഴ്നാട്, കർണാടക, തെലങ്കാന, പുതുച്ചേരി സംസ്ഥാനങ്ങൾ ഉൾപ്പെട്ട 1-ാം ക്ലസ്റ്ററിന്റെയും ആന്ധ്രാപ്രദേശ്, മഹാരാഷ്ട്ര, ഗോവ, ഒഡീസ സംസ്ഥാനങ്ങൾ ഉൾപ്പെട്ട 2-ാം ക്ലസ്റ്ററിന്റെയും യോഗങ്ങളാണ് വ്യാഴാഴ്ച ചേർന്നിട്ടുണ്ടായിരുന്നത്. വെള്ളിയാഴ്ച മറ്റു സംസ്ഥാനങ്ങളുടെ യോഗങ്ങൾ ചേരും. AICC സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ അടക്കമുള്ളവർ ഈ യോഗത്തിൽ പങ്കെടുക്കും. ബൂത്ത് തല കമ്മിറ്റികൾ അടക്കം രൂപവൽക്കരിച്ചുകൊണ്ട് താഴെത്തട്ട് മുതലുള്ള പ്രവർത്തനം സജീവമാക്കാൻ കോർഡിനേറ്റർമാരോട് നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. വോട്ടർ പട്ടിക പരിശോധനയടക്കമുള്ള നടപടികൾ ഊർജിതമാക്കാനും നിർദ്ദേശത്തിൽ പറയുന്നുണ്ട്. AICC ആസ്ഥാനത്ത് സജ്ജീകരിച്ച കേന്ദ്രീകൃത വാർ റൂമിന് പുറമെ സംസ്ഥാന തലത്തിലും ജില്ലാ തലത്തിലും പാർലമെന്റ് മണ്ഡലം തലത്തിലും വെവ്വേറെ യുദ്ധമുറികൾ ഒരുക്കണം. കേരളത്തിൽ സിറ്റിംഗ് എംപിമാരിൽ ഭൂരിഭാഗം പേരും വീണ്ടും മത്സരിക്കാനാണ് നേരത്തെയുള്ള ധാരണ. എന്നാൽ ചില മണ്ഡലങ്ങളിൽ മാറ്റത്തിനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ലെന്ന സൂചനയാണ് രഹസ്യ റിപ്പോർട്ട് നേടിയതിലൂടെ ഹൈക്കമാൻഡ് നൽകിയിരിക്കുന്നത്. മാത്രമല്ല മറ്റൊരു കാര്യം എന്ന് പറയുന്നത് മുന്നണിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വാർത്തയാണ്. അതായത് ഇന്ത്യ മുന്നണിയുടെ ഏകോപനം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി മുന്നണിയിലെ എല്ലാ കക്ഷികളുമായും ഫോണിലും അല്ലാതെയും ആശയവിനിമയം നടത്തിയിട്ടുണ്ടായിരുന്നത് കോൺഗ്രസിന്റെ അധ്യക്ഷനായ മല്ലികാർജ്ജുൻ ഖാർഗെ ആയിരുന്നു. മുന്നണിയിലെ പദവികൾ നിശ്ചയിക്കുന്ന കാര്യത്തിൽ അടക്കമുള്ള ചർച്ചകൾ അന്ന് ഉയർന്നിരുന്നതാണ്. അതായത് 2024 ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഏതാനും ദിവസങ്ങൾ മാത്രം അവശേഷിക്കെ കോൺഗ്രസ് വലിയൊരു അംഗത്തിന് തന്നെ ഒരുങ്ങുകയാണ്. അത് മുന്നണിയുമായി ബന്ധപ്പെട്ടുകൊണ്ടും അതുപോലെ തന്നെ കോൺഗ്രസിന്റെ എല്ലാ സംസ്ഥാനങ്ങളിലും എല്ലാ മണ്ഡല തലത്തിലും കോൺഗ്രസ് വലിയ രീതിയിലുള്ള ഒരു മുന്നൊരുക്കത്തിന് തന്നെ തയ്യാറെടുക്കുകയാണ്. ഇന്ത്യ മുന്നണിയുമായി പലതരത്തിലുള്ള സംഘർഷങ്ങളെല്ലാം നിലനിന്നിരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പദവിയെ ചൊല്ലിയുള്ള സംഘർഷങ്ങളുണ്ടായിരുന്നു. ആശയ അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം തന്നെ വന്നിട്ടുണ്ടായിരുന്നു. ഈ സാഹചര്യത്തിലാണ് ഖാർഗെ ഒരു ചർച്ച നടത്തിയിരിക്കുന്നത്. ചർച്ചയിൽ എന്ത് തന്നെയാണെങ്കിലും വലിയ സ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളെല്ലാം തന്നെ ആദ്യമേ നടത്തി വെക്കുകയാണ്. അതായത് അത്തരത്തിലുള്ള വലിയ തരത്തിലുള്ള പ്രശ്നങ്ങളിലേക്ക് വിവാദങ്ങളിലേക്കൊന്നും തന്നെ പോകാതിരിക്കാൻ വേണ്ടി മുൻകൂട്ടിയുള്ള ചില ചർച്ചകളെല്ലാം തന്നെ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് ഇന്ത്യ മുന്നണിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഓരോ മണ്ഡലങ്ങളിലെയും സ്ഥാനാർത്ഥികളെ ചൊല്ലിയുള്ളതായിരുന്നു. ആ സ്ഥാനാർത്ഥികൾ എന്ത് തന്നെയാണെങ്കിലും പുതിയ മുഖങ്ങളെ ഒന്നും തന്നെ കോൺഗ്രസ് കൊണ്ടുവരാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഈ ഒരു തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് പരീക്ഷണങ്ങൾക്കൊന്നും തന്നെ മുതിരുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. അതേ സാഹചര്യത്തിൽ നല്ല ജനപിന്തുണയുള്ള നേതാക്കളെ തന്നെ നിർത്താനുള്ള ഒരു മുന്നൊരുക്കം ആദ്യമേ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. കേരളത്തിലാണെങ്കിൽ തീർച്ചയായിട്ടും അത് K മുരളീധരനെ പോലുള്ള ആളുകളെല്ലാം തന്നെ നിർത്തും എന്നുള്ള വാദങ്ങളെല്ലാം തന്നെ ഉണ്ടായിരുന്നു. അതായത് വടകരയിലെ സ്ഥാനാർത്ഥിയെ K മുരളീധരൻ വരുന്നു എന്നുള്ള തീരുമാനങ്ങളും വാക്കുകളും വാർത്തകളെല്ലാം തന്നെ പുറത്തു വന്നിരുന്നതാണ്. അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം BJP എന്ന് പറയുന്നത് തന്നെയാണ് പ്രധാന എതിരാളി എന്നുള്ളത്. അതിന് ഇന്ത്യ സഖ്യത്തെ മുൻനിർത്തിക്കൊണ്ട് കോൺഗ്രസിലെ പയറ്റി തെളിയിച്ച വലിയ
യോദ്ധാക്കൾ പോലുള്ള നേതാക്കന്മാരെ നിർത്തിക്കൊണ്ടുള്ള ഒരു പടവെട്ടിന് തന്നെയാണ് കോൺഗ്രസ് ഒരുങ്ങുന്നത്.